അവർക്ക് സന്തോഷം ഇല്ല. അത് നീ പറഞ്ഞാ മതിയോ? കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ പാറുവിനെ ശ്രദ്ധിക്കുക. ഒരുമാതിരി മൂടിക്കെട്ടിയ മുഖം ആ കൊച്ചിന് എപ്പോഴും. ശരിക്കൊന്നും മിണ്ടുകയോ ചിരിക്കുകയോ ചെയ്യുന്നില്ല. ഗിരിക്കും ആ പഴയ പ്രസരിപ്പൊന്നുമില്ല. അവര് തമ്മിൽ കാര്യമായ എന്തോ പൊരുത്തക്കേടുണ്ട്. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ നിന്നാലേ നല്ല വീക്കോ ചെറിഞ്ഞാൻ. ഇതൂടെ കഴിക്കണം, എന്നാലല്ലേ നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പൊ എനിക്കിപ്പോ ആരോഗ്യം ഇല്ലേ? ആരോഗ്യമുണ്ട്, എന്നാലും ഇത് പോരാ, കുറച്ചുകൂടെ ആരോഗ്യം വേണം. അപ്പോ ഇനിയും കഴിക്കണോ? വേണം. വാ തുറക്ക്. ആ ആ ആ എല്ലാം തീർത്തു. മിടുക്ക്. അമ്മേ, അമ്മ അമ്മ ഞാൻ മെടുക്കനാണോ? ആണല്ലോ, എന്റെ മോൻ മിടുക്കനാ. എന്നിട്ട് ആരും എന്നെ മെടുക്കെന്ന് പറയാറില്ലല്ലോ. എല്ലാരും മണ്ടാ മണ്ടാന്നാ വിളിക്കുന്നേ. എന്താ എല്ലാരും എന്നെ എപ്പോഴും കളിയാക്കൂ? എന്തിനാ അത്? എന്തിനാ അമ്മ എന്നെ മണ്ടാന്ന് വിളിച്ച് കളിയാക്കുന്നേ? അങ്ങനൊന്നും ഇല്ല മോനെ, അത് അവര് വെറുതെ. വെറുതെ ഒന്നുമല്ല, ഒരു കാര്യമായിട്ട് തന്നെയാ കളിയാക്കുന്നേ. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും. കൈ കഴുകാം. വാ. എന്താ ശശിയേട്ടാ? നീ എന്താ ആലോചിക്കായിരുന്നു? ഞാനേ ഗിരിയേം പാറുവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരെ കുറിച്ച് കൂലം കക്ഷിയായിട്ട് ചിന്തിക്കാൻ എന്താ ഉണ്ടായേ? എനിക്കൊരു സംശയം. എന്ത് കാര്യത്തിലാണ് നിനക്ക് സംശയം ഇല്ലാത്തത്? ആട്ടെ, ഇപ്പൊ എന്തു പറ്റി? നിന്റെ സംശയദൃഷ്ടിയില് നീ എന്താ കണ്ടുപിടിച്ചത്? വിരുന്നിന് വന്നപ്പം ശശിയേട്ടൻ ഗിരിയേം പാറുവിനെയും ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ നിന്നെ പോലെ ഭൂതക്കണ്ണാടി വെച്ചൊന്നും നോക്കിയില്ല. ആ, അതുകൊണ്ടാ കാണാത്ത. ദലീലെ, നീ ഇങ്ങനെ വളഞ്ഞു മൂക്കെ തൊടാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഗിരിക്കും പാറുവിനും എന്തോ ഒരു പ്രശ്നമുണ്ട്. നിനക്ക് ഈ അയൽക്കാരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ശീലം നിർത്താറായില്ലേ? അതങ്ങനല്ല ശശിയേട്ടാ, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദേ, സന്തോഷമായിട്ട് ജീവിതം തുടങ്ങുന്ന അവരെ കുറിച്ച് നീ വെറുതെ ഇല്ലാവചനം പറയരുത്. അവര് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് ശശിയേട്ടനോട് ആരാ പറഞ്ഞത്? മോനെ, മോൻ വളരെ സൂക്ഷിക്കണം. മോൻ ഇപ്പോഴൊന്നും ഇന്ദ്രൻ ചേട്ടന്റെ അടുത്തേക്ക് പോവരുത്, കേട്ടല്ലോ? എന്താ അമ്മേ, ഞാൻ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് പോയാ എന്താ കുഴപ്പം? ബാലു, മാളു, ഇന്ദ്രൻ ചിറ്റപ്പനെ ആകെ ചൂടായി നടക്ക. എന്തിനാ ചൂടായിട്ട് നടക്കുന്നേ? ഇന്നലെ ഇന്ദ്രൻ ചിറ്റപ്പന്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേ, അതിന്റെ ദേഷ്യ. ഇന്ദ്രൻ ചേട്ടൻ കല്യാണം മുടങ്ങിയോ? അതുകൊണ്ടാണോ ഏട്ടത്തിയമ്മ കൂടെ വരാത്തെ?
ചേട്ടാ ചേട്ടത്തിയമ്മ എപ്പോ വരും? നിനക്കത് അറിയണം അല്ലടാ. ഞാൻ അറിയിച്ചേടാ. ഒന്നും ചെയ്യല്ലേ ഇങ്ങോട്ട് മോനെ. അറിയിച്ചേടാ. നിർത്തണ്ട ഒന്നും ചെയ്യല്ലേ ഇന്ദിര പൊന്നോ. ഇന്ദ്ര ചുമ്മാ ഇരി. ഒന്നും ഞാൻ- ഒന്നും ചെയ്യല്ലേ. പറയുന്നത് കേക്ക് ഇന്ദിര. അവനെ വിട്. ഇന്ദിര നീ ഇങ്ങ് വന്നേ. വാ. അയ്യോ, വേണ്ട. ഇവിടെ അവനത് ചെയ്യണ്ട നീ വാ. അമ്മ, മാളു നീ നിന്റെ മുറി പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. അമ്മ. അന്ന് ഞങ്ങളുടെ ക്ലബ്ബ് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പാർവതിയെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് നമ്മൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഗോൾഡ് മെഡൽ കിട്ടിയതൊക്കെ ഞാൻ പത്രത്തിൽ നിന്ന് അറിഞ്ഞായിരുന്നു. ആ, ഇത് ആ, എന്റെ അമ്മാവന്റെ മകനാ ഗിരി. ഓ അല്ല, എന്ത് ഹെൽപ്പാ പാർവതിക്ക് വേണ്ടത്? എന്താ ഇഷ്യൂ? എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? പാർവതി എപ്പോഴാ വിവാഹം കഴിച്ചത്? ക്യാമ്പിന് കണ്ടപ്പോ മാരീഡ് ആയിരുന്നില്ലല്ലോ. ഇന്നലെ ആയിരുന്നു എന്റെ വിവാഹം. എന്താ പാർവതി, ഇന്നലെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഡിവോഴ്സ് വേണമെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുമ്മാ തമാശ വല്ലതും പറയുന്നതാണോ? അതല്ല മാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ.